ഒട്ടും മായം ചേർക്കാതെ വീട്ടിലുണ്ടാക്കിയൊരു ഹെൽത്തി ഷവർമ ആയാലും ഇന്നത്തെ സ്പെഷ്യൽ. ഇതിൻ്റെ ബാക്കി വരുന്ന ചിക്കൻ വെച്ച് ഒരു ടർക്കിഷ് ഐറ്റം കൂടി വരുന്നുണ്ട്. ചിക്കനിൽ മാരിനേഷൻ അത്യാവശ്യമല്ലേ. ആദ്യം 1 ടേബിൾ സ്പൂൺ യോഗർട്ട്, അതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറും സാദാ മുളക് പൊടിയും, ദെൻ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചില്ലി ഫ്ലേക്സ്, അതുപോലെ ചെറിയ ഉള്ളി, ഒരു 4-5 ചെറിയ ഉള്ളി നന്നായി അരച്ചെടുത്തത്, ദെൻ ബ്ലാക്ക് പെപ്പർ പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, ഹാഫ് ലെമൺ സ്ക്വീസ് ചെയ്തത്. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യണം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് ഞാൻ 2 ഫില്ലറ്റ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി മാരിനേറ്റ് ചെയ്ത് നമുക്കൊരു 2-3 മണിക്കൂർ മാറ്റി വെച്ച് സെറ്റാക്കാം. ഇനിയാണ് നമ്മൾ ഇതിൻ്റെ മെയിൻ ഐറ്റം ഉണ്ടാക്കുന്നത്. ഒരു വൈറ്റ് സോസ് ഉണ്ടാക്കാം. 2 ടേബിൾ സ്പൂൺ വെളുത്ത എള്ള്, 3 അല്ലി വെളുത്തുള്ളി, കുതിർത്ത് വെച്ച കാഷ്യൂ നട്ട്സ്, ബ്ലാക്ക് പെപ്പർ പൗഡർ, 1/4 ടീസ്പൂൺ ഒറിഗാനോ, ആവശ്യത്തിന് ഉപ്പ്, ഹാഫ് ലെമൺ സ്ക്വീസ് ചെയ്തത്, 1 ടേബിൾ സ്പൂൺ ഓയിൽ. ഞാനിവിടെ എടുത്തത് കനോല ഓയിലാണ്. ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ബ്ലെൻഡ് ചെയ്ത ഈ ഒരു സോസാണ് നമ്മുടെ ഷവർമയ്ക്കൊരു ക്രീമി ടെക്സ്ചർ നൽകുന്നത്. നിങ്ങൾക്ക് യോഗോട്ടോ അല്ലെങ്കിൽ മയോണൈസോ ഈ സമയത്ത് ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു ഹെൽത്തി ഒരു സോസ് ആയതുകൊണ്ട് ഞാനിവിടെ യോഗോട്ടാണ് ആഡ് ചെയ്തത്. നിങ്ങൾ മയോണൈസാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് മയോണൈസ് ചേർത്ത് ബ്ലെൻഡ് ചെയ്യുക. അങ്ങനെ നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്. അത് ഈ ഒരു തിക്നെസ്സിലുണ്ടായിരിക്കണം, ഒത്തിരി ലൂസാകാൻ പാടില്ല. നമുക്കിനി ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് എയർ ഫ്രയർ ആണ്. എയർ ഫ്രയർ ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. ഒരു പാനിൽ വളരെ കുറച്ച് എണ്ണ ഒഴിച്ച് നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ജ്യൂസി ആകാനും സോഫ്റ്റ് ആകാനും നമ്മളൊരു ടീസ്പൂൺ ബട്ടർ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ടെമ്പറേച്ചർ 200 ഡിഗ്രിയിൽ 20 മിനിറ്റ്സ് നമുക്ക് ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ചിക്കൻ എല്ലാ വശവും ഒരുപോലെ വെന്ത് വരാനും അതുപോലെ ഗോൾഡൻ നിറമാകാനും തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാൻ മറക്കരുതേ. അടുത്തതായി ഒരു പാനിലേക്ക് വളരെ കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം റെഡ്, ഗ്രീൻ, യെല്ലോ ക്യാപ്സിക്കം, സവോള നീളത്തിൽ അരിഞ്ഞത് ഇവയെല്ലാം കൂടി ചേർത്ത് കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി സോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ചിക്കൻ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അത് നമുക്ക് എയർ ഫ്രയറിൽ നിന്ന് പുറത്തെടുത്ത് നമുക്ക് ചൂടോടെ കട്ട് ചെയ്തെടുക്കാം. ഇതിൽ നിന്നും കുറച്ച് ചിക്കൻ പീസുകൾ നമുക്ക് മാറ്റി വെക്കണം. അതെന്തിനാണെന്നറിയാവോ? നമുക്കൊരു സ്പെഷ്യൽ ടർക്കിഷ് ഐറ്റം ഉണ്ടാക്കണ്ടേ. ഇനിയാണ് ഈ പരിപാടിയിൽ ഏറ്റവും വലിയ ടാസ്ക്. എനിക്ക് കിട്ടിയിരിക്കുന്നത് ഈ ചെറിയ കുബൂസ. ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് നമ്മുടെ ഫില്ലിങ്സും ആഡ് ചെയ്യണം, അതുപോലെ തന്നെ നമ്മുടെ വെജിറ്റബിൾസും എല്ലാം ആഡ് ചെയ്യണം. അപ്പം ഞാനത് കൊള്ളിക്കാനുള്ള പെടാപ്പാടാണ് നിങ്ങൾ ഇനി കാണുന്നത്. ഇതിനെ എല്ലാം കൂടി ഒന്ന് അസംബിൾ ചെയ്യുക അല്ലേ. കുബൂസിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സോസ്, വെജിറ്റബിൾസ്, ചിക്കൻ, ക്യാബേജ്, 2 പീസ് തക്കാളി, പിന്നെ അതിന് മുകളിൽ വീണ്ടും സോസ്. അതിനുശേഷം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇത് റോള് ചെയ്യുകയാണ്. കാരണം എനിക്കൊരു പേടിയുണ്ടായിരുന്നു ഇതെങ്ങാനും കീറിപ്പോകുമെന്ന്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് റോള് ചെയ്യുകയാണ്. അങ്ങനെ വലിയ തരക്കേടില്ലാത്ത രീതിയിൽ എനിക്കത് റോളായി കിട്ടിയിട്ടുണ്ട്. സക്സസ്ഫുള്ളി റോളായതിനു ശേഷം നമുക്കിതൊന്ന് പാനിൽ വെച്ച് ചൂടാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ഹോം മെയ്ഡ് ചിക്കൻ ഷവർമ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.